എടുത്താ എടാ മാറിയാണ്. അവിടെ നിന്ന് മാറാം. അങ്ങനെന്താ ദേഷ്യത്തിലാണല്ലോ തിരിച്ചു വിളിക്കട്ടെ. സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടി വന്ന വീണ്ടും വീണ്ടും വെടിവെച്ച് ഓക്കെ, ഞാൻ ആ ഫോട്ടോ കണ്ടു. ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമായിരുന്നു. ഞാനൊരു ലൊക്കേഷൻ തരാം, 2 മിനിറ്റുള്ളിൽ. ഞാൻ പൈസ എടുത്തിട്ട് എന്റെ ലോക്കർ ചെയ്ത് പൈസ എടുത്തിട്ട് ഞാൻ ലൊക്കേഷൻ തരാം. ഇപ്പൊ അങ്ങോട്ട് വന്നാൽ വരാന്ന് സെറ്റാണ്. വരാന്ന് പറഞ്ഞു ഫുൾ സെറ്റ്. അവനെ ജീവനോടെ വേണം എനിക്ക്. ഓക്കെ, വരാന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങള് ലൊക്കേഷനിൽ ആദ്യമേ വന്ന് കയറരുത്. നമ്മള് മാത്രമേ പോകത്തുള്ളൂ. മനസ്സിലായി, ഞാൻ വരാം. അവൻ എനിക്ക് ജീവനോടെ വേണം. ഓക്കെ, അവനെ പെട്ടെന്നൊന്നും പിടിവരില്ല. എന്തായാലും അവനെ പെട്ടെന്ന് പിടുത്തം തരില്ല. അവനെ പിടിച്ച് കെട്ടിയതിനു ശേഷം എന്നെ അറിയിച്ചാൽ മതി. എന്തായാലും അവനെ എനിക്ക് ജീവനോടെ വേണം. നിങ്ങൾക്കുള്ള റിവാർഡ് ഞാൻ തന്നേക്കാം. ഓക്കെ, നിങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ലീവ് ആയിക്കോ. സാറൊക്കെ അവനെ ജീവനോടെ കൈ തന്നിട്ട് നിങ്ങൾ ലീവ് ആയിക്കോ. നിങ്ങൾക്കുള്ള ഞാൻ അത്രേ ഉള്ളൂ. കാര്യങ്ങളായിട്ട് ബാക്കി നിങ്ങൾ ഡീൽ ചെയ്താൽ. ഓക്കെ, ശരി. കേറ്. നമ്മളെ കൂട്ടത്തിലുള്ളവർ കേറ്. നമ്മളെ കൂട്ടത്തിലുള്ളവർ കേറ്. ഇപ്പൊ ലൊക്കേഷൻ തരുമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാലും പറഞ്ഞു. എടാ, മെമ്പർഷിപ്പ് കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യടാ. മെമ്പർഷിപ്പ് കൗണ്ട് എത്രയാണെന്ന് അപ്ഡേറ്റ് ചെയ്യോ? ബന്ധമില്ലേ പിന്നെ ഒരുമിച്ച് പോകണ എനിക്കില്ലെങ്കിൽ വട്ടാവും. എന്തേ മറ്റെന്തേ അണ്ണാ, അത് ആര് തട്ടിക്കൊണ്ട് പോയില്ലണ്ണാ. ചാച്ചിലുള്ള കഴിവേറുകള് പറഞ്ഞെ പറ്റിപ്പോണ്ണ. ചാറ്റ് നോക്കി പോയാ അണ്ണ ഞാൻ ഒന്നാമത്തെ കിളി പറഞ്ഞിരിക്കായിരുന്നു. ഉടനെ പറയണേ അവള് പറഞ്ഞത് തട്ടിക്കൊണ്ട് പോയെന്നാ ഇങ്ങനെയാണെന്ന്. എന്നെങ്ങ് മണ്ടനാക്കണ. മണ്ടനാണ് കേട്ടാ, പറയാതിരിക്കാൻ ബുദ്ധിയില്ലാത്തവരെ അവിടെ വരാം. ഒരു 15 മിനിറ്റ് എടുക്കും. ഞാനൊരു മിസ്സിന്റെ പറയല 850 മെമ്പർഷിപ്പ്. എന്റെ അമ്മോ, 150 മോർ. 150 മെമ്പർഷിപ്പ് കൂടെ ഉണ്ടെങ്കിൽ നമ്മള് 1000 മെമ്പർഷിപ്പ് ഗോൾസ് കംപ്ലീറ്റഡ് ടുഡേ. അത്രേ ഉള്ളൂ. ഞാൻ എന്തിരി കിട്ടണ ആര് എന്തിരി കിട്ട അണ്ണൻ തന്നെ പറയാൻ സിറ്റിന്ന് ഇപ്പൊ അവളെ അല്ലെങ്കിൽ ആരെല്ലാം വിളിച്ചിട്ട് നിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ നീ പോകുന്നതിന് അർത്ഥമുണ്ട്. ചാറ്റിൽ ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ നീ പോകണം. ആവശ്യമില്ല അണ്ണ. ഞാൻ മലയാളത്തിൽ പറഞ്ഞാണ് അങ്ങനെയല്ല. അപ്പൊ എന്നെ പറഞ്ഞങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യണ. അല്ല, പക്ഷെ അണ്ണ ഇവിടെ അതാണ് അത് ശരിയല്ലല്ലോ. എന്താണേലും നീ ഇത്രയൊക്കെ മണ്ടോത്തിയ 4 വർഷമായിട്ട് നീ ഇതിലൊക്കെ ഈ പരിപാടിയിലുള്ളതല്ലേ. പോട്ടെ, കുഴപ്പമില്ല. പറ്റിപ്പോയി കേട്ടോ. 20,000 കോടി കൊണ്ടാണ് അവൻ വരാൻ പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. കടലിൽ നടക്കണല്ലോ 20 കോടി അവൻ വരട്ടെ. 20 അല്ല, 20,000 കോടി. 20,000 കോടി ബ്ലാക്ക് മണിയാണോ തരാന്ന് പറഞ്ഞേക്കുന്നത്. അതിനെ കൊന്നു. ഞാൻ പറയണേ മിസ്റ്റർ എക്സിനെ യഥാർത്ഥത്തിൽ കാഴ്ച മിസ്റ്റർ എക്സിനെ മിസ്റ്റർ വൈരെ എല്ലാത്തിനും തീർക്കാതാണ് വിചാരിച്ചത്. ഞാൻ കേറട്ടെ, ഞാൻ മിസ്റ്റർ എക്സായിട്ട് ഡീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ പുള്ളിക്കാരനായിട്ടുള്ളൂ. ഞാൻ തട്ടിക്കഴിഞ്ഞ പിന്നെ മിസ്റ്റർ എക്സ് ആരും ഇല്ലല്ലേ. അവനെ തട്ടാ പൈസയും മേടിക്കാം. ഏത് അങ്ങനെ നമ്മളടുത്ത് വരുമ്പത്തേക്ക് 2 കാര്യം പറയട്ടെ താരെ,
ഞാൻ ഒരു ബിസിനസ് ഡീലിംഗിൽ നിൽക്കുവാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ പൈസ കിട്ടത്തില്ല. ഇത് പര വിളിക്കണേ, അതാണ് പ്രശ്നം. ഇത് താര. അപ്പൊ നേരത്തെ ഞാന് സർക്കണ്ണൻ, സാവേജ്, സുരിമോൻ എല്ലാ വണ്ടിയിൽ ആ ഡീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അന്നത് പുറത്ത് പറയരുത് പ്ലീസ്. ദിസ് ഈസ് സീക്രട്ട് മിഷൻ. നമ്മളെ സീക്രട്ട് മിഷൻ ആണ് നീ ഇപ്പൊ ഈ ഡീലിൽ മൊത്തം പറഞ്ഞു കൊടുക്കണ്. അവിടേക്ക് മുതുക്കിയിരുന്നിട്ട് രാൻ അവിടെ വെക്കുമ്പോഴത്തേക്ക് രാൻ അവിടെ സുനി സരക്കണ്ണന് സാവേജായിട്ട് ബിസിനസ് ഡീൽ എന്നല്ലോടാ പറഞ്ഞോളൂ. നമ്മള് ഗ്യാങ് ആകുമ്പോ ബിസിനസ് ഡീല് ഹലോ ഹലോ നിങ്ങള് നേരെ സാൻഡി എയർഫീൽഡിലോട്ട് സാൻഡി എയർഫീൽഡ്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ മറ്റേ വിളിച്ചിട്ട് മറ്റേ മിസ്റ്റർ എക്സിനെ വിളിച്ചിട്ട് സാൻഡി എയർഫീൽഡാണ് ലൊക്കേഷൻ. അതിന്റെ പരിസരത്ത് എവിടെ നിൽക്കാൻ പറ, നമ്മൾ വന്നിട്ട് വരാടെന്ന് പറയാം. ഓക്കെ, സാൻഡി എയർഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫ്രണ്ടിലേക്ക് സ്റ്റോപ്പ് അടിക്കുന്നുണ്ട് ഇവിടെ. അതവരല്ലേ ആണോ? വിളിച്ചിട്ട് പറ, അടുത്ത് വിളിച്ചിട്ട് പറ. സാൻഡി എയർഫീൽഡിലാണ് നമ്മളത് മീറ്റിംഗ് പറഞ്ഞേക്കുന്നത് പറ. അണ്ണാ ഞാൻ ഇപ്പൊ മിസ്റ്റർ എക്സിനെ വിളിക്കട്ടെ. ഓ നീ ഇപ്പൊ പിന്നെ എന്തിനാണ് ഇത്ര ആലോചിച്ചോണ്ടിരുന്നത്? ഒരു മിനിറ്റ് അണ്ണ, അവര് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. പറഞ്ഞില്ല അണ്ണാ, സുനി ഹലോ, കണക്ക് അവര് ഞങ്ങളുടെ അടുത്ത് മീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എയർഫീൽഡാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയാണ്. ഞങ്ങൾ വൺസ് അവിടെ എത്തിയിട്ട് അവരെ ഇതാക്കിയിട്ട് പറഞ്ഞ പോലെ ആക്കിയിട്ട് നിങ്ങൾ വിളിക്കാം. അപ്പൊ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ ഈ ഒരു പരിസരത്തൊക്കെ തന്നെ നിന്നാൽ മതി. ഓക്കെ ഓക്കെ അണ്ണ എങ്ങനെയും ഒന്ന് കൈവക്കിച്ചിറങ്ങട്ടെ അണ്ണ. കെട്ടിയിടാല്ലോ, കൊടുക്കട്ടല്ലോ. എയർഫീൽഡ് അതെ നിക്കുന്നത്. ഹലോ, നിങ്ങളാണോ? അതെ അതെ അതെ. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് ഞങ്ങളുടെ ടീമാണ്. ഇത്രയും പേര് ഈ വണ്ടിയിലുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒരാൾ എന്റെ കൂടെ വണ്ടിക്ക് ഞാൻ വന്നല്ലോ അണ്ണാ. ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2-3 നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. നമ്മൾ മാത്രമാണ് ഒരാളെ വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോകില്ലെന്ന് നിങ്ങളിപ്പം വണ്ടി എടുത്ത് അപ്പുറത്തോട്ടും പോകും. നമ്മൾ മാറി നമ്മുടെ നാല് നമ്മള് എന്നാ ഇവിടെ വെച്ച് ഡീൽ ചെയ്തല്ലോ. ഇവിടെ വെച്ച് ഡീൽ ചെയ്തിട്ട് നമുക്ക് നമ്മളെ വഴി തിരിയാം. പ്രശ്നം തീർന്നില്ല. ഇനി എന്തിനാണ് നമുക്ക് ഒരാളങ്ങോട്ട് എന്റെ കൂടെ. അപ്പൊ നിങ്ങൾ വീണ്ടും എന്നാ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യാം. അതെ. ലോക്കൊന്ന് മാറ്റും. വണ്ടി ലോക്കാണ്. ഇപ്പൊ കേരള മാറ്റില്ലോ. കേറാൻ പറ്റുന്നില്ല. ലോക്ക് മാറി കിടക്കാണല്ലോ. ഒന്നുകൂടി ലൈവ് ലൊക്കേഷൻ ഒന്ന് അയച്ചിട്ടേ വണ്ടി കയറിയതിനു ശേഷം. ലോക്ക് മാറി കിടക്കുക. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഒരു വട്ടം ലോക്കാക്കിയാണെങ്കിൽ അപ്പൊ ഉണ്ടാകും. കേറാൻ പറ്റത്തില്ല. ഞാൻ കാണുന്നില്ലേ, ഞാൻ ട്രെയിനിൽ കാണുന്നില്ലേ. ലോക്കായി അൺലോക്കായി. ഞങ്ങളെ വണ്ടി തരണോ? ആ വണ്ടി തരണോ പകരം? ഞാൻ ആ വണ്ടി തരാം. എന്നിട്ട് നിങ്ങൾ ഈ വണ്ടി അവർക്ക് കൊടുക്കും. പ്രശ്നം എനിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അതാണ് പ്രശ്നം. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ മണ്ട. ഹലോ, അയ്യോ സോറി. പൊക്കോ.
പെട്ടെ എടാ ഞാൻ ഇപ്പൊ പുള്ളിക്കാരനോടെ പോയിട്ട് വരാമേ. മൊബൈൽ എടുത്തിട്ട് ലൈവ് ലൊക്കേഷൻ. ഹലോ ഇവിടെ ഉണ്ടോ? ഹലോ ഹലോ പോയാ? ഹലോ ഹലോ അണ്ണാ അണ്ണാ ലൈവ് ലൊക്കേഷൻ മൊബൈൽ എടുത്തിട്ട് ലൈവ് ലൊക്കേഷൻ ഇട്ടിരുന്നത് നമുക്ക് എവിടെ പോയാലും ട്രാക്ക് ചെയ്ത് വരാൻ ഹലോ പറ്റും. കേക്കാമോ? ഹലോ ഒരു ഇത് പറ്റി ഉണ്ടായിരുന്നു ഒന്നില്ല ഇതൊക്കെ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഒന്നില്ല ഇല്ലാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന്. നിങ്ങൾ ബാക്കിയുള്ളവരാരും ഫോളോ ചെയ്യില്ലല്ലോ? അല്ല ഞങ്ങളെ കൂടെ ഉള്ളവരേ ഉള്ളത്. നിങ്ങൾ ഫോളോ ചെയ്തോളാൻ പറഞ്ഞല്ലേ. ഫോളോ ചെയ്യാം. വേറെ ആരും ഇല്ല. ഞങ്ങള് കൂടെ ഉണ്ടായിരുന്ന 3 പേര് അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പൈസ എങ്ങനെയായിട്ടാ ഡീൽ ചെയ്യുന്നത്? ബ്ലാക്ക് ഫുള്ളായിട്ട് ഇപ്പൊ എങ്ങനെയാ തനിച്ച കയ്യിൽ തരണം. നിങ്ങളുടെ ബ്ലാക്ക് എങ്ങനെ കൈ തരാൻ ഏറ്റവും ബാങ്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ ബ്ലാക്ക് മണി. ജസ്റ്റ് മിനിറ്റ്. നമ്മള് കുറച്ചു നേരമായിട്ട് കറങ്ങുന്നുണ്ട്. കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ. ഹലോ ഈ ഇടക്കിടക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിൽ ഒരു കള്ളത്തരം ഇല്ലേ? എന്താണ് ഒരു കൺഫ്യൂഷൻ? മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണല്ലോ. നമുക്ക് പൈസ ഇറങ്ങിക്കോ, നമുക്ക് പൈസ ഇവിടെ വെച്ചാ ഓക്കെ. എടാ ഞാൻ എന്നാ കാശ് മേടിച്ചിട്ട് ഇതാ വരുന്നു. നിങ്ങൾ അവിടെ തന്നെ എവിടെ പോണു? ഡാഷ്ബോർഡ് ഇരിക്കും. ആ എനിക്കറിയത്തില്ല. ഇവ എങ്ങോട്ട് പോണോ? എടാ ഇവര് എനിക്ക് ഡാഷ്ബോർഡ് ഇരിക്കുവെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. എടാ ഇവൻ എന്തിനാ എന്നെ പയ്യ മനസ്സിലായി നൈസായിട്ട് മുഞ്ചിക്കുള്ള പരിപാടി എന്തിനായിരുന്നു മനസ്സിലായി. നിങ്ങൾ കൂടെ വന്നുകൊണ്ട് ഇവന് നടന്നില്ല. ഇവൻ നിങ്ങൾ ഫോളോ ചെയ്തോ വിടണ്ട. എന്റെ ഒരു വണ്ടി ഞാൻ നോക്കട്ടെ. ഇവിടെ ഗരാജ് ഒന്നും ഇല്ലാതായി പോലെ. മഴക പാട്ടി അവന്റെ ഏത് ശങ്കരാടി വരുന്നുണ്ട് ഇവിടെ ഇവരെ കണ്ടില്ലേ? കണ്ടു ടയർ പൊട്ടി. നമ്പർ എന്റെ ഇല്ല. കുഴപ്പം നമുക്ക് ഫ്യൂവലില്ല അണ്ണ വരണേ. നല്ല വണ്ടി വേണ്ട അതല്ലേ ഇവിടെ ഗരാജ് വല്ല ഉള്ളത്. എടാ വണ്ടി ഉണ്ട് പക്ഷെ ഗരാജിലാണല്ലോ. ഗരാജിലല്ല. അതാ മനസ്സിലായി. വണ്ടിയാണെങ്കിൽ എടുക്കാനും പറ്റില്ല. അതാ രണ്ടേ കഥയിലും എടുക്കാൻ. ചർച്ചിന്റെ ഫ്രണ്ടില് നമ്മളെ വണ്ടി കിടപ്പുണ്ട്. അണ്ണൊന്ന് എടുക്കാൻ പറ്റുമോ? ചർച്ചിന്റെ ഫ്രണ്ടിലെ ഓടൂ ഇവിടെ ഇതിന് പറയുന്നത്. ചർച്ചിന്റെ അവിടെ നമ്മളെ വണ്ടി കിടപ്പോ. ഹലോ 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 ഒന്നീ വണ്ടി ഒരു അത്യാവശ്യമാണ് സഹോദര. ഭയങ്കര അത്യാവശ്യമാണ്. ഒരു വണ്ടി ആക്കി തരാം. ഇല്ല എനിക്കൊരു വണ്ടി കിട്ടി. വണ്ടി കിട്ടി. ടയർ ഓട്ടിക്കാത്തണ്ടാ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ഇത് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് കഴിഞ്ഞാൽ ട്രാക്ക് ഇത് വരും.
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിച്ചോണ്ടിരിക്കണം. താങ്ക് യു ഓക്കെ അല്ലേ പോട്ടെ. ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു. കുഴി കൂടെ വരണേ. ഹലോ അണ്ണാ ആ പറ. അതാ നമ്മളെ സിറ്റിയിലെ ഒരു പയ്യന്റെ സെന്റ് ഓഫ് ആണ്. അത് അണ്ണൻ വരുമോ? എപ്പോ വരാം ഞാൻ വരാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പിടിച്ചു കൊടുക്കും. ഞാൻ വരാം. ഞാൻ പിടിച്ചെടുത്താ പറഞ്ഞ അണ്ണൻ. ഓക്കെ ഈ ലൈവ് ലൊക്കേഷൻ മാറുന്നില്ലല്ലേ? ഒരു സ്ഥലത്ത് തന്നെ കാണിക്കുന്നു. അണ്ണാ മാറുന്നുണ്ട്. ഞാൻ ഇട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഒരെണ്ണം കൂടി ഇട്ട് വന്നു. അതൊന്ന് ക്ലിക്ക് ചെയ്താണ്. അണ്ണാ മാപ്പില് ഉണ്ട രീതി കാണിക്കും. ചർച്ചിന്റെ അവിടെ തന്നെ അണ്ണ ചർച്ചിന്റെ മുകളിലോട്ടുള്ള ഓഫ് റോഡ് ഇല്ലേ? ആ അതന്നെ അവിടെ ലെഫ്റ്റ് വഴി കയറി മറ്റേ DC ക്യാങ്കോസിന്റെ അതുവഴിയുള്ള വഴിയല്ലേ? ഞാൻ മാർക്കറ്റ് മലയുടെ മുകളിലാണോ എന്റെ? അയ്യോ വണ്ടി തിരിഞ്ഞു. ആരെ വണ്ടിയാണ്? എനിക്കില്ലേ മറ്റോ കൊണ്ടിട്ട വണ്ടി കിട്ടി മിസ്റ്റർ എക്സിന്റെ. ഇതിപ്പോ എന്ത് ചെയ്യണം? താഴെ പോയി ചർച്ചിന്റെ അവിടെ നിന്നുള്ള നേരെയുള്ള റോഡായ ലെഫ്റ്റിലോട്ടുള്ള നിനക്ക് അയച്ചുതരാം. ഓക്കെ ഇവിടെ വരാൻ പറ്റത്തില്ല. ആ നീലമുടി അവനും താരമായിട്ട് പ്രശ്നമുണ്ടോ? ആ നീ മുതുകിലോട്ട് പോയാൽ ഞാൻ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ അയച്ചുതരാം. അണ്ണാ ഇവളെ വണ്ടി എടുത്തോണ്ട് അവൻ കൊണ്ടുപോയണ മനസ്സിലായ തട്ടിക്കൊണ്ടുപോയി. അതിനാണ് അവൾ എന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അവൾ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു അത് അണ്ണ ഈ എയർപോർട്ടിൽ ഇവന്റെ വണ്ടി കയറിയില്ലേ, ആ ടൈമിലാണ് എന്റെ അടുത്ത് വന്ന് പറയണത് ഇവനാണ് വണ്ടി തട്ടിക്കണം. അപ്പൊ ഞാൻ പറയടി നിനക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ട്രാക്ക് ചെയ്ത് വേറെ സ്ഥലത്താണ് വണ്ടി കിടന്നെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇവനായിട്ട് ചെയ്സ് വന്നത്. ഇവനെ പിടിച്ചിട്ടപ്പം നീലമുടി. ഞാൻ ചോദിച്ചു അവൻ നീലമുടിയാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ കൺഫേം ആയിട്ട് നീലമുടി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനസ്സിലായത്. അതല്ല ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞ നിന്റെ അല്ല അങ്ങനെയല്ല മിഷൻ കളഞ്ഞിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടി പോയി അവനെ പിടിച്ചെന്നും പറഞ്ഞ് ഇവർക്ക് മിഷനുമായി ഒരു വെടിക്ക് 2 പക്ഷി. അല്ലണ്ണ അത് ചെറിയൊരു ഇതണ്ണ. ഏത് ഇത്ര നേരം ഞാൻ മണ്ടനായും പൊട്ടനായി അണ്ണ. ലാസ്റ്റ് ഒരു ഹീറോയെങ്കിലും ആവണ്ട അണ്ണ. ഏത് അല്ല ലാസ്റ്റ് ഒരു ഇതിന് ഏതണ്ണ എത്രയും തന്നെ അണ്ണാ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്ത് വേണം ചെയ്യാണ്ണ. ഏത് പക്ഷെ ഗ്യാങ്ങിലുള്ളവര് താരപ്പുറത്ത് വെടികൊള്ളാൻ പോകുമ്പോഴത്തേക്ക് ഫ്രണ്ട് രക്ഷിക്കാൻ പോണ ഒരു പരിപാടി ഉണ്ടല്ലേ അണ്ണാ. ഞാൻ അത് അണ്ണാ സുനിമോനത് നിന്റെ വധിക്കും. റെഡി ആയിരുന്നോ അണ്ണാ? അത് സംഭവം തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ. ഇത് ബാക്കിലല്ലേ? അല്ല ബാക്കിലല്ലേ അണ്ണാ? എങ്ങോട്ടണ്ണ വഴി? ഇവിടെ ഇതിന്റെ തരാം. ബാക്കില് എല്ലാരും പറയുന്നത് സൂര്യവാസ റൈറ്റതാണ് കേട്ടോ. ക്ഷത്രിയത്തിൽ നിന്ന് പെണ്ണാച്ചി എന്നാണ് ഇപ്പൊ പേരിട്ടേക്കുന്നത്. അണ്ണ അങ്ങനെയല്ലോ. ഈ മിഷന്റെ ഇടയിൽ പോണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ചാറ്റിലുള്ളവരണ്ണ ഫുള്ള് വന്ന് മറ്റേ ഇതാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്തല്ലേ? എനിക്കവനെ ബോക്സ് ഇതുവരെ കിട്ടാത്തത് കൊണ്ട് അവനെ ജീവന് അവത്ത് വരുന്നത്. അവൻ ചിലപ്പോ ബോക്സ് ഒളിപ്പിച്ച് വെച്ചിട്ട് അവൻ ചിലപ്പോ സൂസൈഡ് ചെയ്ത് കളയും. കാര്യം ബോക്സ് ആണ് വേണ്ടത്. ബോക്സ് ഇതുവരെ കിട്ടില്ല. അവനോട് നിർത്ത്. നമുക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്യാം. നല്ല രീതിയിൽ ചോദ്യം ചെയ്യാം. ഓഫീസിലേക്ക് കൊണ്ടുവരാം അവനെ. എടാ സ്ഥലം പറഞ്ഞ സ്ഥലമാണ് ലൊക്കേഷനും കാണിക്കില്ല. നമ്മുടെ ചർച്ചയിലുള്ള റോഡ് നേരെ വന്നാൽ മതി.
ബെല്ലാരി ഗ്യാങ്സ് ഇല്ല, ബെല്ലാരി ഗ്യാങ്സ് അവിടെ ഓപ്പോസിറ്റ് റോഡല്ല, ആ റോഡല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ്. ഇപ്പൊ ചർച്ചിന്റെ താഴെ അകത്തോട്ടുള്ള റോഡ്, സ്റ്റാൻഡിലോട്ടല്ലാണ്ട് മറ്റേ ഓപ്പോസിറ്റ് റോഡ്. അപ്പൊ പിങ് ചെയ്തിട്ടുണ്ട്. വാച്ചണ്ണ തൂസന് മറ്റേ പിന്നെ തൂവ കൊടുത്ത വേറെ ലൊക്കേഷൻ അല്ലേ, ഒരു ബ്രിഡ്ജ് അവിടെ. അവനെ മിസ്റ്റർ എക്സിന്റെ അവിടെ ലെഫ്റ്റിലോട്ട് ഇറക്കി വിട്ടാ, വെയിറ്റ് ചെയ്യേ. ചർച്ചിന്റെ അവിടെ ഒരാളെ ഇറക്കി വിട്ടു. നീ കണ്ടാടാ? അണ്ണാ പിടിക്കണം. ഇത് ഇങ്ങോട്ട് ആ കണ്ട് അണ്ണാ പിടിയണ്ണ അവനാ. ഞാൻ അപ്പുറത്ത് ഇറങ്ങിയാ മലക്കൂടെ വരണം, മലക്കൂടെ. ഓക്കെ, കണ്ട് ആ വണ്ടി എന്തൊരു വണ്ടി ഇത്. എടാ നേരെ മറ്റേ എക്സ്പെരിമെന്റ് പോണ ആ റോഡാണോ? ഒരു ഇടി അണ്ണാ. എടാ ബെല്ലാരി ക്യാമറ ഇറങ്ങി. ഞാൻ ഒരു ടയർ കൂടി പൊട്ടിച്ചിട്ടുണ്ട്, ഇനി 2 ടയർ കൂടി പൊട്ടിച്ചാൽ മതി. എടാ ബെല്ലാരി ക്യാമറ. ഇവിടെ ബ്ലോക്ക്. വണ്ടി ഷാവറായി. വണ്ടി ചാവറേ 2 ഇടിയിൽ ചാവും. കോമഡി ഉണ്ട് അണ്ണ ഇതില്. അവന്റെ മറ്റവനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇവിടെ എവിടെയോ. ഉറപ്പാ, ഒറ്റൊരുത്തനുള്ള വണ്ടി നോക്കിക്കേ. അല്ല സരക്കണം കേറിയപ്പോ എത്ര പേരുണ്ടായിരുന്നു വണ്ടിക്ക്? പക്ഷെ എന്റെ വണ്ടി പറഞ്ഞ സരക്കണം കേറിയപ്പോ എത്ര പേരുണ്ടായിരുന്നു അണ്ണ? അണ്ണ ഒരു ഇടി. ആ അവന്റെ വണ്ടി ഇവിടെ ഉണ്ടായി പിങ് റോഡ് അങ്ങോട്ട് ഓഫ് റോഡ് കിടന്ന് മറിഞ്ഞ് തിരിയേക്കോ. വണ്ടിക്കകത്ത് എത്ര പേരുണ്ടായിരുന്നു അണ്ണ? എടാ അവന്റെ വണ്ടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുത്തനെ ഉള്ളായിരുന്നുള്ളൂ. അത് വന്നപ്പോഴേ ഒരുത്തനെ എടാ അവനിപ്പോ 50 വട്ടം പറഞ്ഞതറിയാമോ? എസ്പമിന്റെ താഴത്തെ മിലിറ്ററിയുടെ സൈഡില്ലേ, മിലിറ്ററിയുടെ അവിടെ ആ വെള്ളമുള്ള. എടാ വണ്ടി നിന്നറ എന്തിനാ പിറ്റ് ചെയ്യുന്നേന്നാ? എന്തിനു നിനക്കൊന്നും അറിഞ്ഞൂടെ? ഉയ്യോ നിന്റെ അഭിനയം നോക്കടാ, നിന്റെ അറിഞ്ഞൂടാ. വിളി അവരെ വിളി. എന്തിനാ എന്നെ പിടിച്ചിട്ടേക്കുന്നത്, എന്നെ കെട്ടിയിട്ടേക്കുന്നത് എന്തിനാ? കുഴപ്പമില്ല അത് മനസ്സിലാവും. അതൊക്കെ മനസ്സിലാവും. കേടാ അവിടെ എന്തിനാ പിടിച്ചു വെച്ചേക്കുന്നത്? അതൊക്കെ മനസ്സിലാവും. ഈ ശബ്ദം ഇവിടെ കേട്ട പോലെ അണ്ണ, ഈ ശബ്ദം ഇവിടെ കേട്ട പോലെ. കഴിഞ്ഞോ? ഓ നടക്കും. ഈ ശബ്ദം എവിടെ കേട്ട പോലെ. പ്രൊട്ടക്ഷനും ഇല്ല, ഒരു മണ്ണാൻ കെട്ടിയില്ല. ആള് മാറി എണ്ണാന്ന്. തിരിച്ചറിയല്ലോ. സൗണ്ട് തന്നെയാണല്ലോ, പക്ഷെ സൗണ്ടിന് മാറ്റമൊന്നുമില്ല. ഈ ബോഡി എടുത്തോ, ഈ ബോഡിനെ നമുക്ക് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടോ. ഞാൻ കാര്യം ചോട്ടെ, ഈ ഇവനെ കെട്ടിയിട്ട് അവന് കോള് വന്നാൽ ഫോൺ വരുന്നതായിട്ട് കാണിക്കൂലേ? എന്താണെന്നാ കെട്ടിയിട്ട് അവന് ഫോൺ വരുമ്പോ കോള് വരുമ്പോ അവന് കോള് വരുന്നതായിട്ട് കാണിക്കൂലേ ഫോണില്? കെട്ടിയിട്ട് ഇവൻ തന്നെ അണ്ണ കൺഫേം താര പറഞ്ഞേ. അണ്ണ ഇവൻ തന്നെ മറ്റേ ഇവന്റെ കാശിടണ ഇവന്റെ ഒരു കാശ്, ഇവന്റെ ഒരു തേങ്ങ ഇല്ല, കള്ളൻ.
വണ്ടി കയറ്റം വണ്ടി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവന് ഇവന്റെ പൈസ ഒന്നുമില്ല പൈസ തരാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോക്കളഞ്ഞു തന്നെ ആള് വന്ന് തന്നെ പൊക്കിക്കോനെ ആ നിന്റെ മണ്ടൻ സൗണ്ട് തീർത്തുകളത് അപ്പൊ എന്നാ പിന്നെ അങ്ങനെയാണ് വണ്ടി കൊണ്ടുപോരാ അവനെ നിങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചോളാം ആ അവരെ കൊടുത്തോ ഞാൻ നടക്കാൻ വേണം. എടാ അവരെ കൊടുത്തോ അവര് കൊണ്ടുപോയിക്കോട്ടെ അവരുടെ കൊടുത്തോ നമുക്ക് വേണ്ടവന് അവരെ കൊടുത്തോ ബാക്കിയുള്ള അവര് നോക്കൂ. അവിടെ കൊണ്ട് ഇതാക്കാം കൊടുക്കാം അവിടെ കൊണ്ടെത്തിക്കണോ നിങ്ങൾ കൂടെ പോരെ അവിടെ എവിടെയായിട്ടാ വരേണ്ടത് നമ്മുടെ ഓഫീസിലേക്ക് വരും ഓക്കെ നീ കൂടുതലൊന്നും പറയണ്ട നിന്നെ നീ കുറെ നാളായിട്ട് എന്നെ അനുഭവിക്കാൻ നോക്കല്ലേ കേറ് വണ്ടി കേറ് വേഗം സമയം പോയിട്ട് വേറെ പരിപാടി ഉണ്ട് ആ അതൊക്കെ ഓക്കെ പിന്നെ വായ്ത്താളൊക്കെ പിന്നെ വണ്ടി കേറ് നമ്മൾ ഐറ്റായുണ്ട് അവിടെ ചേർന്ന് താഴുണ്ട് കേറിയോ രണി അഭിനയം കാണിക്കാൻ എണീക്ക് അല്ലേ വെടിച്ച് കൊല്ലും വേഗം എണീറ്റ് അണ്ടേടാ ഒരു ദയയില്ല 20,000 കോടി അവിടെ നിന്ന് കിട്ടി നിനക്ക് അതൊന്ന് പറഞ്ഞു അഞ്ഞു പിടിക്കാൻ കാശ് നിനക്കറിയില്ലല്ലേ അഞ്ഞു പിടിക്കാൻ കാശുണ്ടോ ഇടുമ്പോ 500 രൂപ ഉള്ളത് ലാസ്റ്റ് ചോദിച്ചാൽ പറഞ്ഞല്ലേ 500 രൂപ ഉള്ള എന്റെ ഒന്ന് വണ്ടി കയറി കേറ് വലിയ വായ്ത്തോളം ഡിഫൻഡർ കൊണ്ട് ഒറ്റയ്ക്ക് മാസം അടിക്കാവുന്നല്ലേ കൂടെ ഉള്ളവന്മാരെ കൊലക്ക് കൊടുത്താലും സ്വന്തം കാര്യം പുറത്തു വിടല്ലേ കേട്ടാ ഇതില് കേറ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് കേറ് എണ്ണയും നിക്കല്ലേ കേറകത്ത് കേറ് ഓക്കെ സെറ്റ് ഞാൻ വരുന്നത് കേറത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്റെ കൂടെ പോരെ ഓഫീസിലേക്ക് ജീവിത പ്രശ്നമാണ് അണ്ണ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ഇടയിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പോയി താരയുടെ വണ്ടി ഇവൻ തട്ടിക്കൊണ്ടുപോയി മനസ്സിലായോ ഹലോ താര കേക്കാവോ ഹലോ ആ എടാ നീ വരണ്ട ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവന്റെ ഫോട്ടോ വീഡിയോ എടുത്തോണ്ട് വരാം ഓക്കെ നിനക്ക് അയച്ചുതരാം ഓക്കെ ഇവിടെ വരാൻ പറ്റത്തില്ല ആ നീലമുടി അവന് താരമായിട്ട് പ്രശ്നമുണ്ടോ ആ നീ മുതുകിലോട്ട് പോയാൽ ഞാൻ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ അയച്ചുതരാം ഓക്കെ അണ്ണാ ഇവളെ വണ്ടി എടുത്തോണ്ട് അവൻ കൊണ്ടുപോയണ വഴി മനസ്സിലാ തട്ടിക്കൊണ്ടുപോയി അതിനാണ് അവൾ എന്നെ വിളിച്ചത് അപ്പൊ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ അവൾ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു അത് അണ്ണ ഈ എയർപോർട്ടിൽ ഇവന്റെ വണ്ടി കേറിയില്ലേ ആ ടൈമിലാണ് എന്റെ അടുത്ത് വന്ന് പറയണത് ഇവനാണ് വണ്ടി തട്ടിക്കുന്നത് അപ്പൊ ഞാൻ പറയടി നിനക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ട്രാക്ക് ചെയ്ത് വേറെ സ്ഥലത്താണ് വണ്ടി കിടന്നെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇവനായിട്ട് ചെയ്സ് വന്നത് ഇവനെ പിടിച്ചിട്ടപ്പം നീലമുടി ഞാൻ ചോദിച്ചു അവൻ നീലമുടിയാണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ കൺഫേം ആയിട്ട് നീലമുടി എന്ന് പറഞ്ഞു അങ്ങനെയാണ് മനസ്സിലായത് ചില്ലറക്കാരനല്ല ഒരു പ്രശ്നമല്ല അവരല്ലേ പക്ഷെ അതല്ല ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞ നിന്റെ നീ അല്ല അങ്ങനെയല്ല മിഷ്യൻ കളഞ്ഞിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടി പോയി അവനെ പിടിച്ചെന്നും പറഞ്ഞ് ഇവർക്ക് മിഷ്യനുമായി ഒരു വെടിക്ക് 2 പക്ഷി കളിക്കല്ലേ ചേട്ടാ എന്റെ കൂടി അല്ലണ്ണ അത് ചെറിയൊരു ഇതണ്ണ ഏത് ചെറുനേരം ഞാൻ മണ്ടനായും പൊട്ടനായി അണ്ണ ലാസ്റ്റ് ഒരു ഹീറോയെങ്കിലും ആവണ്ട അണ്ണ ഏത് കൂടെ ഉള്ളവരൊക്കെ മണ്ടനായി അല്ല ലാസ്റ്റ് ഒരിതിന് ഏതണ്ണ എത്രയും തന്നെ അണ്ണ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്ത് വേണം ചെയ്യാണ്ണ ഏത് പക്ഷെ ഗ്യാങ്ങിലുള്ള ഒരു താരപ്പുറത്ത് വെടികൊള്ളാൻ പോകുമ്പോഴത്തേക്ക് ഫ്രണ്ട് രക്ഷിക്കാൻ പോണ ഒരു പരിപാടി ഉണ്ടല്ലേ അത് അണ്ണ സുരിമോനിന്ന് നിന്നെ വധിക്കും റെഡി ആയിരുന്നോ അണ്ണ അത് സംഭവം തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണ്ട ഇത് ബാക്കിലല്ലേ അല്ല ആ ബാക്കിലല്ലേ അണ്ണ എങ്ങോട്ടണ്ണ വഴി ഇവരെ തരാം ബാക്കില് എല്ലാരും പറയുന്നത് സുനിയ മാത്രമായിട്ടാണ് കേട്ടോ ക്ഷത്രിയരിൽ നിന്ന് പെണ്ണാച്ചി എന്നാണ് ഇപ്പൊ പേരിട്ടേക്കുന്നത് രായ അങ്ങനല്ലോ ഈ മിഷ്യന്റെ ഇടയിൽ പോണമെന്നൊന്നും എനിക്കില്ലായിരുന്നു പക്ഷെ ചാറ്റിലുള്ളവരണ്ണ ഫുള്ള് വന്ന് മറ്റേ ഇതാക്കി കളഞ്ഞു എന്ന് വെച്ചാ ഞാൻ ഓ നിന്റെ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്തല്ലേ ഓ അണ്ണാ അയ്യോ പാവം മോന്റെ
എന്റെ എല്ലാം ഊരിയെടുത്ത പോലെ അവന്റെ പിഴിച്ചെടുക്ക്. അവനെ പിഴിയും, പിഴിഞ്ഞ് അവന്റെ സാമാനം വരെ വെളിയിൽ ചാടിക്കും. എന്താണ് എന്തിന് അതന്നെ ഇപ്പൊ നമ്മൾ എവിടെ കൊണ്ടുവരണം ഇവനെ? ഓഫീസിലേക്ക് കൊണ്ടുവരാം അവനെ. ഓക്കെ ഓഫീസിലോട്ട് കൊണ്ടുവരാം. എടാ അവനെ കൊണ്ട് ഇങ്ങോട്ട് ഓടാ, മറ്റേ മിസ്റ്റർ മിഷനിലോട്ട് പോകാറുണ്ടോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നമുക്കറിയാം. എല്ലാം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത്, ഇനിയിപ്പോ അവിടെ പോയിട്ട് ഫോട്ടോ കൊണ്ട് ചെന്നാ മതിയല്ലോ. കാലിലെ മഞ്ഞ ചരടിലെ പുതാലി. എടാ അപ്പുറത്തോടെ കയറിഞ്ഞു നീ പാടോ. അവര് വന്നു. എന്നാലും അവൻ തന്ന കോഡ് ഇതുവരെ എന്ന ഫോൺ നമ്പറായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നു. വളരെ കോഡ് ബന്ധം ഉണ്ടായിരുന്നു അണ്ണാ. അത് വേറെ രീതിയിൽ എന്തൊക്കെയാണ് റീഡ് ചെയ്തത്. നിങ്ങളുടെ വേറെ വെഹിക്കിൾ വരുന്നുണ്ടോ? മുതൽ വരുന്നുണ്ട്, വന്നോണ്ടിരിക്കണേ. എത്തി. ആ ശബ്ദം കേൾക്കുന്നില്ലേ? അതാണ് 20 കോടി. അവന്റെ നിലവിളി കേൾക്കണം. എനിക്ക് 2 ഫോട്ടോ ഒരു വീഡിയോ തരാം. എന്റെ പൊന്ന് സരക്കെ അത് കണ്ടിട്ട് തോന്നുന്നുണ്ടോ അതിന് 20,000 കോടിക്കുള്ള പോലും? അതല്ല, അവന്റെ ഓട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അവന്റെ ഓട്ടം കാണുമായിരുന്നു. 20,000 കോടി പറഞ്ഞിട്ടെ വാടക എടുത്തോണ്ടാണ്. വണ്ടി കയറിട്ടെ, വണ്ടി തുറക്കാൻ പറഞ്ഞിട്ടെ, ഡാഷ്ബോർഡ് ഇരിക്കുന്ന പറഞ്ഞ ഒറ്റ പോക്ക് വണ്ടി എടുത്ത്. ജാതി കള്ളന്മാരെ കാരണം എന്തൊക്കെ പാടുകളാണ്. നമുക്ക് ലോക്കറിലേക്ക് ഒരുപാടുണ്ട്. എന്റെ അന്ത്യം കാണാതെ റെസ്റ്റിൽ അറിയാലോ. ഇത് കഴിഞ്ഞിട്ടില്ലടാ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് മെമ്പർഷിപ്പ് അപ്ഡേറ്റ് ചെയ്താണ്ടാ. നമ്മുടെ സെല്ലിലേക്ക് കൊണ്ടുപോകാം. സെല്ലിലേക്ക് കൊണ്ടുപോകാനാണോ? സെല്ല് അപ്പുറത്തല്ലേ? സെല്ലുണ്ട്, നമ്മുടെ മെയിൻ ഓഫീസിൽ കയറണ്ട. അതെ, ഇങ്ങനത്തെ ഉള്ളവരെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മോശം 850 തന്നെയല്ലേ. 150 more guys, 150 more. മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പ്ലീസ് മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ചെയ്യുക സൂപ്പർ ചാറ്റിന് പകരം. കാരണം നമ്മൾ 1000 മെമ്പർഷിപ്പ് ബോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. കേൾക്കണ്ടേ ബ്രോ? ഈ ദേവാസുരം എന്നാലും ഹിഡുംബരായിരുന്നു മിസ്റ്റർ ഹിഡുംബാസുരൻ. ഹിഡുംബരാസുരനാണ് ഹിഡുംബാസുരൻ. അത് ഞാൻ തന്നെയാണ്. അതാണ് ഈ നീലമുടി. എടാ ഈ മാസം പിടിച്ച് തുമ്മരായിരുന്നു. വഴിയാതാരായി. അയ്യോ സോറി, നിങ്ങളൊന്നും വിചാരിക്കരുത്. എനിക്ക് നശിച്ച് തുമ്പണ്ട ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വഴിയാധാരമായി. ഒരു മിനിറ്റ്, മോളല്ലേ നീ ഇവിടെ വന്ന് കൂടെ വന്ന് എല്ലാം വച്ചിട്ട് പോരല്ലടാ കള്ളാ. കൂട്ടുകാരന്റെ എല്ലാ ലക്ഷണവും ഉണ്ടോ കേട്ടോ? എന്റെ കൂട്ടുകാരനൊന്നുമല്ല. എന്താണ് നമ്മൾ ഇറങ്ങി കയറി കളിക്കുന്നത്? ലൈക്ക് അടിക്കാൻ പറയാം പ്ലീസ്. എടാ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കടാ. ഞാൻ ലൈക്ക് നോക്കിയില്ല. കണ്ണീരില്ല കരയാൻ ലൈക്ക് അടിക്കാൻ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല അല്ലേ? ബില്ലാതെ ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. നിങ്ങൾക്ക് 4K ലൈക്ക് ഗയ്സ്. 149 മെമ്പർഷിപ്പ് കൂടി മതി ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. സോറി ആ കൂടത്തുള്ള ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കറങ്ങുന്നു. കള്ള കഴിവറി. ഹെൽമെറ്റ് വരണേ, ഹെൽമെറ്റ് വരണേ. അടി അടി അവനെ കൊടു, ദണ്ടിന് കൊടു, ദണ്ടിന് കൊടു. അയ്യോ ഇനി നിനക്ക് താൻ ആരാന്നറിയണോ?
മാറി നീ ഇവന്റെ അവൻ ചാവും ഇപ്പൊ കറങ്ങി വീഴുവൻ അവൻ കറങ്ങി വീഴുവൻ അയ്യോ അടി എനിക്ക് മാറിക്കോളൂ ഞാൻ പുറത്ത് വെക്കാം എത്ര അടി കൊണ്ടിട്ട് ഒരു നാണമില്ലാത്തവൻ അവരെത്ര കൊണ്ടായിരുന്നു പറഞ്ഞേട്ടാ പ്രശ്നമേ അല്ല അവരിത് ചായ ഫോട്ടോ എടുക്കാൻ മുട്ടിക്കണം കേട്ടോ അവിടെ അത് വേറെ എല്ലാ സെറ്റ് ഇടുമ്പൻ ഇടുമ്പോ വലിയ പ്രശ്നം തന്നെ നമ്മുടെ ന്യൂക്ലിയറിന്റെ ബോക്സ് എടുത്തോണ്ട് മുങ്ങി ബോക്സ് ബോക്സ് കിട്ടിയിട്ടില്ല അവനൊന്ന് ഇക്കിളി ഇടണം അവനെ ബോക്സ് കിട്ടണം ഹയർ ചെയ്തിട്ടുണ്ട് ആ ഹയർ ചെയ്ത താങ്കൾക്ക് എന്താണ് ഉറപ്പ്? തെളിവുണ്ട് തെളിവുണ്ട് അവന്റെ കിഡ്നിക്ക് ഇട്ടൊരെണ്ണം കൊടുക്കണം അവൻ പറയും ലൂണ ലൂസിയ കൊടെ 1 by 1 എന്താണ് ഇല്ലാത്ത സാധനങ്ങൾ നമുക്കുള്ളപ്പോ സബ്സ്ക്രൈബ് ഒരു മിനിറ്റ് ഗൈസ് വിത്ത് പെർമിഷൻ ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ചെയ്യണമെന്നുണ്ട് നമുക്ക് ചോദിക്കണം ഞങ്ങൾക്ക് ബോക്സ് കിട്ടണം ഞങ്ങൾക്ക് ബോക്സ് കിട്ടിയാൽ മാത്രം മതി നിനക്ക് 2000 കോടിയുടെ ആസ്തി ഉണ്ടല്ലേ നിനക്ക് 2000 കോടിയുടെ ആസ്തി നിനക്ക് 2000 അല്ല പിന്നെ എത്രയാണ് ഉള്ളത് നിനക്ക് 20000 കോടി അല്ലേ എന്റെ ആസ്തി ഞാൻ പുറത്ത് പറയാറില്ല. നിന്റെ ആസ്തി പുറത്ത് പറഞ്ഞ തുപ്പും നീ പറയണ്ട അതാണ് നല്ലത് ആസ്തി എടുത്തു അപ്പൊ പിന്നെ എങ്ങനെയാണ് ജീവന് വിലയൊന്നും ഇല്ലേ നിനക്ക് ഉണ്ടല്ലോ ബോക്സ് ഓടറാ അങ്ങോട്ട് കളിക്കാതെ ഏത് ബോക്സ് ഞാനൊരു ബോക്സ് എടുത്തിട്ടില്ല. നീ എടുത്തിട്ടുണ്ട് എല്ലാ തെളിവുണ്ട് ഇവര് CCTV എടുത്തെന്ന് പറയുന്ന ആളെടുത്ത് പോയി ചോദിക്കാൻ പറ എന്നെ എന്തിനാണ് ഇതിനെ താങ്കൾ ഒരു ജവാനാണോ? വാണിംഗ് ഫെയർ ആണ് വാണിംഗ് ഫെയർ ആണ് അടുത്ത ഉണ്ട് തലക്കടുത്ത ഉണ്ട് എനിക്കറിയാത്ത കേസ് ഞാൻ പറയേണ്ടത് കൊല്ലണ്ടെങ്കിൽ വേഗം കൂടെ അതാണ് പറഞ്ഞത് അവന് അവസാന അവസരമാണ്. നിങ്ങളുടെ കയ്യിൽ ആരെയാണ് നിങ്ങൾ കണ്ടത്? ബോക്സ് പെട്ടെന്ന് ബോക്സ് ഇട് ഏത് ബോക്സ് എല്ലാം അറിയാം കൊച്ചിന് സ്കൂളിൽ ഇപ്പം പെൻസിൽ ബോക്സ് വെച്ചിട്ട് ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോഴാണ് നിങ്ങളുടെ ചുറ്റിയൊക്കെ അടുത്ത അത് കൈവേരൽ വെച്ചിട്ട് അതിന്റെ തടിക്കും പറ എത്ര അടി ഇട്ടിട്ട് ഉരുക്കുവലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാനേ ഇവിടെയാണ് ഞാൻ ജോലി ചെയ്തത്. ഇതിലും വലിയ അടി ഞാൻ കൊണ്ടേക്കുന്നു. അതെ പാടൊക്കെ പക്ഷെ അടി കൊള്ളുമ്പോ എത്ര അടി ഉണ്ടാലും ചിരിക്കുന്നവരാരും ഞാൻ കണ്ടിട്ടില്ല. പാട് മാറ്റിയിട്ടാണ് ഞാൻ ടാറ്റു പാട് മാറ്റിട്ട് പാടൊക്കെ അതാണ്. ഇനി വന്ന കാര്യത്തില് താങ്കൾക്ക് എവിടെ നിന്നാണ് ബോക്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ബ്രോ മര്യാദക്കാണെങ്കിൽ നമുക്ക് നല്ല രീതി തീർത്തിട്ട് പോവാം. ഇപ്പൊ സമയം ഒരുപാടായി. നമുക്ക് ഇതൊക്കെ തീർത്തിട്ട് മര്യാദ വെക്കൂടെ? ആ ബോക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ സംസാരിക്കുള്ളൂ. എന്നാ ഒറ്റയ്ക്ക് സംസാരിക്കും. അങ്ങനെയല്ല എന്നാ നീ തിരികെ ഒറ്റയ്ക്ക് ഇതൊക്കെ സംസാരിച്ചോ? അവൻ എന്നെ പുച്ഛിച്ചു. അവൻ കാരണന്മാരുടെ അടുത്ത് മാറിക്കാൻ പറഞ്ഞു. ഞാൻ അവന്റെ കൈ പൊക്കിട്ട് സ്റ്റീൽ വെച്ചാ രായ അവന്റെ കൈ പൊക്കിട്ട് സ്റ്റീൽ ചെയ്യടാ. അവന്റെ എല്ലാം ഇടറാ. അവന്റെ ജട്ടി വരെ ഊരിയെടുത്താണ്. അവന്റെ കയ്യിലുള്ള എല്ലാ ജട്ടി ഉൾപ്പെടെ എല്ലാം ഊരിയെടുത്താണ് അവനെ കൈ പൊക്കിച്ചിട്ട്. എനിക്ക് പ്രശ്നമായി. ഇതിനകത്തുള്ള കള്ളനാണ് കൂട്ടത്തിലുള്ള കള്ളനാണ്. വേറെ ആരും ഉള്ളി കയറ്റാനാ? ഗൺ പോയിന്റിലായിരിക്കും കേട്ടോ. അവന്റെ കൂടെ എനിക്ക് കൂട്ടിക്കാർ അവനെ കയറി പിടിക്കും. ഞങ്ങളുണ്ട് കേജ്. പിന്നെ എനിക്ക് പേടിയില്ല. മോനെ നീ തമാശ വിട്. നീ ബോക്സ്
നമ്മളത് പുറത്തേക്ക് ഒന്ന് തുറക്കാം. എനിക്കറിയാലോ അരിക്കലോ കഞ്ഞിക്കലോ ഒന്നല്ല നീ കൊണ്ടുപോയിക്കണത്. ആ സാധനം നിനക്കറിയാം. 1001 അവിടെ പോയിട്ട് ബോക്സ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എടാ JP യുടെ അടുത്തൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറ. സാർ മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആൾ 6001 ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ 6001 വിട്ട് വേറൊന്നും ഇല്ലേ? വേറെ എവിടെ കൊണ്ടു സത്യം പറഞ്ഞ ബോക്സ് ഒരു കാര്യം ചെയ്യാം. ആ, ഇവരെ കൂട്ടം ഇവരുടെ തുറന്നു. ആൾക്കാരെ ഒന്ന് check ചെയ്യാൻ പറയാം. ഞാൻ എന്നിട്ട് നമുക്ക് ഇവനെ തീർത്താ മതി. നീ എന്നെ എന്ത് ചെയ്താലും അങ്ങനൊക്കെ എന്താ അവിടെ കാര്യം? ഇത് സുഖമല്ലേ? എന്ത് ചെയ്യാൻ? പരമ്പരകൾ നിന്റെ അന്ത്യം കാണാതെ എന്റെ ഫാമിലിയുടെ മോട്ടിവേഷൻ നീ പറഞ്ഞത് ഞാൻ അതിലിട്ട് ഫ്ലഷ് ചെയ്ത് കൊണ്ടേക്കളാം. അല്ല, ഒരു കാര്യം പറയട്ടെ, താങ്കളെ കൊല്ലാൻ ഇവിടെ കേജിനെക്കാട്ടി ഇഷ്ടമുള്ളത് ആൾക്കാർ ഇവിടെ പലരും ഉണ്ട്, മനസ്സിലായോ? അതിൽ ആരെ വേണം താങ്കൾക്ക് സെലക്ട് ചെയ്യാം. കടിച്ചോ ചിമ്പോ എന്റെ അണ്ണാക്കി കയറി കടിച്ചോ. ഞാൻ നേന്ത്രപ്പഴം തിരിക്കൂ. ഇങ്ങനെയല്ലല്ലോ അത്രേ ഉള്ളു സാരിയാട്ടോ. ചിബു കമോൺ ചിബു. അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിച്ചു നോക്ക്. അടി 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 അടി. അടിക്കില്ല അവൻ മാറും, അവൻ മാറും. അടി മാറി ലൂസ് ചെയ്യാൻ കൂടി ബുക്ക് അടിച്ചിട്ട് ഇവര് മുറ്റത്ത് അതിന്റെ ഉള്ളിൽ കുടുങ്ങി നോക്കണം. ഒരാള് താഴെ മറ്റേ ഇതടിച്ച് കുടുങ്ങിപ്പോയി. ഒന്ന് തുറന്നു കൊടുക്കും. പാർക്കിംഗ് എന്ന് പറയുമ്പോ എവിടെയാണ്? ആ വണ്ടി പിന്നെ ഹലോ ഈ താഴെ ഒരാളൊന്ന് മെയിൻ പോയിട്ടില്ല. അതെവിടെ ഉണ്ട്? തുറന്നു പോയി നോക്കി എവിടെ കുടുങ്ങിയെന്ന്. മെയിൻ ഗേറ്റ് ആണോ? മെയിൻ ഗേറ്റ് ആണോ? മെയിൻ ഗേറ്റ് അല്ല, മറ്റേ ഡോർ, മെയിൻ ഡോർ. മെയിൻ ഡോർ ഗേറ്റ് ഇന്ന് കേറിട്ടുള്ള മെയിൻ ഡോർ ഇങ്ങോട്ടുള്ള. രണ്ടുപേര് പോയിട്ടുണ്ട്. നമ്മൾ കേറിയിരുന്ന മറ്റേ സ്ലൈഡിംഗ് ഡോർ ഉള്ള കൊണ്ടുപോയിന്ന് മാന്തിയോ എടാ ആ ഡ്രില്ല് എടുത്ത് അവന്റെ അണ്ണാക്കിലിട്ടൊന്ന് വരയ്ക്കാം. ബോക്സ് തിരിച്ചു കിട്ടണം. ഈ ഡ്രില്ല് കൊണ്ടുപോയിട്ട് അവന്റെ പള്ളി മുട്ടപ്പപ്പു ഇവൻ പറയുന്ന ലൊക്കേഷനിൽ അവിടെ ഇല്ല സാധനം. ഞങ്ങൾ പോയിട്ട് വന്നത്. അപ്പൊ ഇവന്റെ മുട്ടപ്പപ്പു ഡേ വിളിച്ചു നോക്ക്. ഒരെണ്ണം കൂടെ കൊടുത്തേ. മുട്ടപ്പപ്പു മുട്ടപ്പപ്പു അവിടെ 6001 മുട്ടപ്പപ്പു അതെന്തരണ മുട്ടപ്പപ്പു മുട്ടപ്പപ്പു എന്തിനാ മര്യാദക്കാണ് ചോദിക്കുന്നത്. ചിമ്പു കുഞ്ഞു മോനെ വിളിക്കല്ലേടാ, ഞാൻ ലൈവ് അല്ലടാ, നീ വിളിക്കല്ലേ? എവിടെന്നാണ് ചോദിച്ചത്? ഐഡിയ 296 കൂടെ നിനക്കെന്താ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ, പഴം കഴിക്കാൻ പറ്റുന്നില്ല. വേറൊരു ഐറ്റം ഉണ്ടല്ലോ. അയ്യോ വേണ്ട വേണ്ട എനിക്ക് അനുവാദമൊന്നും വേണ്ട, എനിക്ക് ഇറങ്ങിപ്പോയത്. മേഡം ഒന്ന് മൂവ് ചെയ്യോ മേഡം? എനിക്കറിയാൻ പാടില്ല അവൻ ഇക്കിളി കൂടാന്ന് തോന്നണം അവന്റെ ഉള്ളിൽ നിന്നിട്ട്. എടി മക്കളെ അവൻ ഇക്കിളി കൂട്ടാണ്ട് അവനെ പിടിച്ചിടിക്കി. ചോദ്യം ചെയ്യലോ വരൂ. അവൻ ചാവരുത്, അവൻ ചാവരുത്, ചാവാണ്ടോ അവൻ ചാവാണ്ടോ അവൻ ചാവാണ്ടോ. അവർക്ക് ഫോട്ടോ JP 2 കൊടുക്കട്ടെ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്നാ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലീവ് ചെയ്താലോ? അവരെ കാര്യം അവര് ബാക്കി നോക്കൂല്ലോ. ഞങ്ങൾ എന്നാ പിന്നെ അങ്ങോട്ട് എന്താവട്ടെ, ഈ പുള്ളിക്കാരനായിട്ട് അവന്റെ ഇല്ലാത്ത 20,000 എവിടെ കിട്ടാ? ഇവരേന്ന് കിട്ടുന്നത് മേടിക്കും, അതേ ഉള്ളു വഴി, വേറെ ഒന്നുമില്ല. നിങ്ങളിപ്പോഴും അവന് 20,000 കോലി ഇവന്മാര് മണ്ടന്മാര് വിശ്വസിക്കാണ് 20,000 കോലി കിട്ടുന്നത്. അവൻ ആ ഷർട്ട് ഒരു ഷഡ്ഡിയുടെ കളർ കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്താ നോക്കിട്ട് വെച്ചാ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങള് മനസ്സിലായില്ലേ? നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായാലും ഒരു ഗിഫ്റ്റ് കാണുമല്ലോ. നിങ്ങള് വിളിച്ചാൽ മതി, അപ്പൊ ഞങ്ങള് വരാം. ഏത്
എന്നാ ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ, ഞങ്ങൾ കുറച്ചു നേരമായില്ലേ ശരി ശരി ഓക്കെ ശരി. എന്തേലും ഇനിയും എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. വിളിക്കും. നിങ്ങൾ ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചത്. ഇത് ഇത്തിരി കള്ളൻ, ഇത്രയും വലിയൊരു കള്ളനെ പക്ഷെ കണ്ടിട്ടില്ല. ഇത് വലിയൊരു കള്ളനായിരുന്നു. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ഇല്ല, എനിക്ക് ബോക്സ് കിട്ടണം. അവന്റെ ബോക്സ് വരെ കിട്ടിയിട്ടില്ലോ. ബോക്സ് അത് അവന് പിഴിഞ്ഞാ മതി, അവൻ തന്നോളാം. പിന്നെ പിഴിഞ്ഞ പറ്റുന്ന തോന്നല്ല, അവനെ ഞാൻ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഇനി പിഴിഞ്ഞവനെ കൊല്ലല്ലേ. ഇനി അടുത്ത ഈ പെട്ടി തിറങ്ങി നമുക്ക് അടുത്ത ദിവസം പോകണല്ലോ. ഞങ്ങൾക്ക് ബുദ്ധികളുണ്ട്. ബുദ്ധിയില്ലാത്ത ആരെങ്കിലും എല്ലാം ആണെങ്കിൽ ഇപ്പൊ 20,000 കോടി വിശ്വസിച്ചിട്ട് ചിലപ്പോ JP പറയുന്നത് ആ ആളെ കൊണ്ട് നമ്മൾ RR പോയിട്ട് സെർച്ച് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ശരി ശരി, എന്നാ പിന്നെ നമ്മൾ എന്നാ അങ്ങോട്ട് ഇറങ്ങി. ശരി, താങ്ക് യു. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഇവരൊന്ന് പുറത്തേക്ക് എത്തിച്ചു കൊടുക്കും. എങ്ങോട്ടാണ്? അതുവഴിയാണ്. അണ്ണാ ലിഫ്റ്റ് ഏതാ? ലിഫ്റ്റ് ഇതാണോ അപ്പുറത്തെയാണോ? ഏതോ എത്രാമത്തെ ഫ്ലോർ? ഇന്ററാക്ട് അടിച്ചിട്ട് ഫസ്റ്റ് ഫ്ലോർ. ഇവരൊക്കെ പോയല്ലോ. നമ്മളും അടിക്കണം, മനസ്സിലായില്ലേ? പോവില്ല, നമ്മളും അടിക്കണം ഫസ്റ്റ് ഫ്ലോർ, അല്ലാതെ തന്നെ പോവില്ല. ഫസ്റ്റ് ഫ്ലോർ നിങ്ങളിപ്പോൾ അവരടിക്കുമ്പോ താഴേക്ക് പോവല്ലേ? നിങ്ങളുടെ എല്ലാരും വെളിയിൽ ഇറങ്ങി ഒന്ന് ചോദിക്കോ. നമ്മളെല്ലാരും വെളിയിൽ ഇറങ്ങിയില്ലേ? ബ്രോ നിങ്ങളുടെ ആരെങ്കിലും അകത്തുണ്ടോ ഒന്ന് ചോദിക്കോ. മിസ്സിനെ പറ്റി പറയാനുള്ളത് നിനക്ക് പറയാ, നീ വാ. മിഷനായിരുന്നു. റിവാർഡ് 20,000 കോടി ഇട്ടിരുന്നു. കിട്ടില്ല. ഇനി അങ്ങനെ 20,000 കോടി കിട്ടിയാലോ? ജാതു ചെയ്തില്ല, പുള്ളി സ്വന്തത്തിൽ പിരിഞ്ഞതാണ്. അണ്ണാ ഇപ്പൊ നോക്കി കാണ, അവര് കൊണ്ടുവരാൻ പോണ 20,000 കോടി 20,000 കോടി കിട്ടിയില്ല. ഒരു ഗ്യാങ്ങിന്റെ എങ്ങനെ കിട്ടിയാലാ? 20,000 പോയിട്ട് 200 കോടി കിട്ടിയ വലിയ കാര്യം. നമുക്ക് എന്തോ കാര്യമായിട്ട് കിട്ടാൻ പോകണം കേട്ടോ. അത്രേ ഉള്ളൂ. 20,000 തന്നെ. 25,000 കോടി. 1000 കോടി ഇത് കിട്ടിയാണ്ട ഗ്യാങ് ഫണ്ട് ആണോ? ഇല്ലല്ല. 20,000 കോടി നമ്മുടെ വാഴത്തോട്ടൊക്കെ എങ്ങനെ പോകുന്നു? ഇത് കിട്ടിയാ നമ്മള് റിച്ച് ആയല്ലോ. ഇനി വാഴപ്പഴം തരും എല്ലാവർക്കും ഓരോന്ന് വെച്ച്. സിംബുനോട് ചോദിച്ചാൽ മതി. അല്ല ഞങ്ങളത് സത്യമായിട്ട് വാഴത്തോട്ടുണ്ട് 4002 കച്ചവടം ഉണ്ട് കേട്ടോ. കുറെ തോട്ടം പറയണേ, നമുക്ക് പോയി നോക്കണം. ഇല്ല നമുക്ക് ഒരുമിച്ച് കാർഡ് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെയൊക്കെ പോകുന്നു.